MLA സ്ഥാനം രാജിവെച്ച PV അൻവറിനെതിരെ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കെതിരെ അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾക്കെതിരെയാണ് MV ഗോവിന്ദൻ രംഗത്തെത്തിയത്. ഞാൻ ഒരുപാട് പാപഭാരങ്ങളെ ചുമന്നാണ് നടക്കുന്നത്. ഒരുപാട് എന്ന് പറഞ്ഞാൽ അതിൽ പ്രധാനമായും ഒന്ന്, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് VD സതീശൻ MLAക്കെതിരെ കേരളത്തിൻ്റെ നിയമസഭയിൽ ഞാൻ ഉന്നയിച്ച വലിയൊരു ആരോപണമാണ്. നിങ്ങളത് ഇനിയത് വിശദീകരിക്കുകയല്ലാതെ രക്ഷയില്ല. ഞാൻ ഉന്നയിച്ച സമ്മേളനത്തിൻ്റെ തൊട്ട് മുമ്പ്, ആ ഡേറ്റ് മാസമൊന്നും ഞാൻ ഓർക്കുന്നില്ല ഏത് സമ്മേളനമാണ്, ആ സമ്മേളനത്തിൻ്റെ തൊട്ട് മുമ്പാണ് എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു ചർച്ച വരുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കെതിരെയും കുടുംബത്തിനെതിരെയും നിരന്തരമായ ആരോപണങ്ങൾ അന്ന് നിയമസഭയ്ക്ക് അകത്തും പുറത്തും നടക്കുകയാണ്. ബഹുമാനപ്പെട്ട കുഴൽനാടൻ MLA ഉൾപ്പെടെയുള്ളവർ നിരവധിയായ ആരോപണങ്ങൾ ആ സഭയിൽ കൊണ്ടുവരുന്നുണ്ട്. സത്യത്തിൽ വ്യക്തിപരമായിട്ട് എനിക്ക് അന്നൊക്കെ ഭയങ്കര വിഷമവും ഇവരോടൊക്കെ ഭയങ്കര വിദ്വേഷവും ഉണ്ടായിരുന്നു. അതൊരു വസ്തുതയാണ്. കാരണം ഇതിലൊന്നും ഒരു അടിസ്ഥാനവുമില്ല. ഒരു മനുഷ്യനെ ഒറ്റയ്ക്ക് ഇരുന്നു കൊണ്ട് ഏകാംഗമായി ആക്രമിക്കുകയാണ്. ഇങ്ങനെ ഒരു രാഷ്ട്രീയമുണ്ടോ എന്നൊക്കെ പല ഘട്ടത്തിലും എനിക്ക് തോന്നി നിൽക്കുന്ന ഒരു മാനസികാവസ്ഥയിലാണ്. ഈ ഘട്ടത്തിലാണ് പാർട്ടിയുടെ ലീഡർഷിപ്പ് മായി സംസാരിച്ചിട്ടാണ് എന്ന് പറയുന്നു പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയാണ് ഇങ്ങനൊരു വിഷയമുണ്ട്, അത് നമുക്ക് സഭയിൽ ഉന്നയിക്കണം എന്ന് പറഞ്ഞു. അന്ന് ആ സഭ പെട്ടെന്ന് എന്തോ ഒരു കാരണമുണ്ടായി വെച്ച ഡേറ്റിൻ്റെ ഒരു 3-4 ദിവസം മുമ്പ് സഭ ക്ലോസായി. അങ്ങനെ അത് കഴിഞ്ഞിട്ടുള്ള സഭ വരുമ്പോഴാണ് ഈ വിഷയം ഡ്രാഫ്റ്റ് ചെയ്ത് എൻ്റെ അടുത്ത് തരികയും ഇത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, ഇത്രയും ഒരു 150 കോടി രൂപ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇലക്ഷൻ ഫണ്ട് എന്ന നിലക്ക് കേരളത്തിലേക്ക് വന്നിട്ടുണ്ട്, ഇന്ന രീതിയിലാണ് ഇത് വന്നിട്ടുള്ളത്, കൃത്യമായി ടൈപ്പ് ചെയ്ത് തന്നിട്ടാണ് MLA ഇത് ഉന്നയിക്കണം സഭയിൽ. അപ്പോൾ എനിക്കും ആവേശം വന്നു. സ്വാഭാവികമായി ഞാൻ ഈ ഒരു മാനസികാവസ്ഥയിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് 150 കോടി രൂപ കൈക്കൂലി വാങ്ങിയ ഒരു പാർട്ടി ലീഡർഷിപ്പ് ഈ പറയുന്ന നിരപരാധിയായ മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും ഈ രീതിയിൽ സഭയിലിട്ട് ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലെനിക്കുണ്ടായ മാനസിക സംഘർഷം ഉള്ളിൽ കൊണ്ട് നടക്കുന്ന, ഞാൻ പലപ്പോഴും പറഞ്ഞു എൻ്റെ പിതാവിനെ പോലെ സ്നേഹിച്ചിരുന്ന വ്യക്തിയാണ്, അതൊരു യാഥാർത്ഥ്യമായിരുന്നു. അൻവർ ശത്രുവായി പ്രഖ്യാപിച്ചയാളാണ് P ശശി എന്നും ആ ശശി പറഞ്ഞിട്ടാണ് പ്രതിപക്ഷ നേതാവിനെതിരെ ആരോപണം ഉന്നയിച്ചതെന്നാണ് ഇപ്പോൾ പറയുന്നതെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. അൻവറിനെ ഇനി മറുപടിയില്ലെന്നും UDF-ൽ പോകാൻ മാപ്പപേക്ഷ തയ്യാറാക്കി നിൽക്കുകയാണ് അദ്ദേഹമെന്നും MV ഗോവിന്ദൻ വിമർശിച്ചു. ഉപതെരഞ്ഞെടുപ്പിന് LDF തയ്യാറാണെന്നും ഗോവിന്ദൻ പ്രതികരിച്ചു. കഴിഞ്ഞ ദിവസം MLA സ്ഥാനം രാജിവെച്ച ശേഷം PV അൻവർ ശശിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. VD സതീശനെതിരെ നിയമസഭയിൽ അൻവർ ഉന്നയിച്ച 150 കോടിയുടെ അഴിമതി ആരോപണം P ശശിയുടെ നിർദ്ദേശപ്രകാരമാണെന്നായിരുന്നു അൻവറിന്റെ വെളിപ്പെടുത്തൽ. തുടർന്ന് പ്രതിപക്ഷ നേതാവിനോട് ക്ഷമ ചോദിക്കുകയും ചെയ്തിരുന്നു. നിരന്തരം മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരെ പ്രതിപക്ഷം നടത്തുന്ന ആരോപണങ്ങളിൽ അമർഷമുണ്ടായിരുന്നു. അങ്ങനെയാണ് ശശിയുടെ നിർദ്ദേശപ്രകാരം അഴിമതി ആരോപണം ഉന്നയിച്ചതെന്നും അൻവർ വെളിപ്പെടുത്തിയിരുന്നു. പാപഭാരങ്ങൾ ചുമന്നാണ് നടക്കുന്നത്. മുഖ്യമന്ത്രിക്കെതിരെയും കുടുംബത്തിനെതിരെയും നിരവധി ആരോപണങ്ങൾ മാത്യു കുഴൽനാടൻ ഉൾപ്പെടെയുള്ളവർ കൊണ്ടുവന്നിരുന്നു. അതിൽ പ്രതിപക്ഷത്തോട് വിദ്വേഷമുണ്ടായിരുന്നു. ഈ ഘട്ടത്തിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിയാണ് സതീശനെതിരെ ആരോപണം ഉന്നയിക്കാൻ പറയുന്നത്. 150 കോടിയുടെ അഴിമതി സതീശൻ നടത്തിയെന്ന് MLA സഭയിൽ ഉന്നയിക്കണമെന്ന് പറഞ്ഞു. എനിക്കും ആവേശം വന്നു. പിതാവിനെ പോലെ സ്നേഹിച്ച വ്യക്തിയെ ആക്രമിക്കുന്നതിൽ എനിക്ക് അമർഷമുണ്ടായിരുന്നു. അങ്ങനെയാണ് VD സതീശനെതിരെ ആരോപണം ഉന്നയിക്കുന്നത്. സ്പീക്കറുടെ അനുമതിയോടെയാണ് എന്നായിരുന്നു PV അൻവറിന്റെ വെളിപ്പെടുത്തൽ. അൻവർ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ പറയുന്നതിനോടൊന്നും പ്രതികരിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കില്ലല്ലോ. അദ്ദേഹം പലതും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അയാളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രുവായിട്ട് പ്രഖ്യാപിച്ചത് ശശിയാണ്. ആ ശശി പറയുന്നത് കേട്ടിട്ടാണ്, അല്ലെങ്കിൽ എഴുതി തന്നിട്ടാണ് ഞാൻ ആരോപണം ഉന്നയിച്ചത് എന്നൊക്കെ പറയുന്ന ഒരു എന്തെങ്കിലും ഒരു അർത്ഥമുള്ള കാര്യത്തിനല്ലേ മറുപടി പറയുക. ഒന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അദ്ദേഹത്തെ ഞങ്ങൾ മുമ്പ് തന്നെ കൃത്യമായ നിലപാട് സ്വീകരിച്ചിട്ട് ഒഴിവാക്കിയിരിക്കുകയാണ്. പിന്നെ പല രീതിയിലുള്ള കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനോടൊന്നും പ്രതികരിക്കേണ്ട ഒരു ഉത്തരവാദിത്വമില്ല. അദ്ദേഹം എങ്ങനെയാണ് UDF-ലേക്ക് കയറുക എന്നുള്ള കാര്യം സംബന്ധിച്ച് മാപ്പപേക്ഷ കൊടുത്ത് നിൽക്കുകയാണ്. ഞങ്ങൾ മുമ്പേ പറഞ്ഞതാണ്, അദ്ദേഹത്തിൻ്റെ അഭയകേന്ദ്രം അതല്ലാതെ വേറെ ഇല്ല. അതിപ്പോൾ തൃണമൂൽ കോൺഗ്രസ് എന്നോ DMK എന്നോ മറ്റേതെങ്കിലും പേര് പറഞ്ഞതുകൊണ്ട് യാതൊരു കാര്യമില്ല.
ഇന്നലെ ഞാൻ പോയപ്പോൾ തന്നെ അവർ ഒരുപാട് പരാതികൾ ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നു എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ പരാതികളെല്ലാം പരിശോധിക്കേണ്ടത് അതായത് കോൺഗ്രസ് ചെയ്യേണ്ടതാണ്. ഞങ്ങൾക്കതിനകത്ത് വേറെ ഒരു കാര്യം നിർവഹിക്കാനില്ല. ഞാൻ ഇന്നലെ ആ കുടുംബത്തെ കണ്ടപ്പോൾ അവർ പറഞ്ഞു എന്നോട് 2,10,00,000 രൂപയുടെ ബാധ്യത ഇപ്പം ഞങ്ങളുടെ കയ്യിലുണ്ട്. എന്ത് ചെയ്യാനാണ് അവർ? അപ്പോൾ ആത്മഹത്യ, രണ്ടാൾ ആത്മഹത്യ ഒന്നുമല്ല, ഒരാളെ കൊല്ലുകയും ഒരാൾ ആത്മഹത്യ ചെയ്യുക എന്നുള്ളതാണ് പച്ച മലയാളം. ഇനിയിപ്പോൾ വീണ്ടും ആ രീതിയിലുള്ള തരത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അതുകൊണ്ടാണ് ഞാൻ കോൺഗ്രസോട് പറഞ്ഞത്, കോൺഗ്രസ് ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. ആ ഉത്തരവാദിത്തം യഥാർത്ഥത്തിൽ ആ ബാധ്യത കോൺഗ്രസ് ഏറ്റെടുക്കേണ്ടതാണ്. കോൺഗ്രസിന് വേണ്ടി ഉണ്ടാക്കിയ ബാധ്യതയാണ്. ആ ബാധ്യത ആ കുടുംബത്തോട് എന്തെങ്കിലും തെല്ലെങ്കിലും ഒരു ആശ്വസിപ്പിക്കാനുള്ള നിലപാടിൻ്റെ ഭാഗമായിട്ട് ഏറ്റെടുക്കല്ലാതെ വേറെ കോൺഗ്രസിനൊന്നും ചെയ്യാൻ സാധിക്കില്ല. IC ബാലകൃഷ്ണൻ രാജിവെക്കണം തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ ഒരു പ്രധാനപ്പെട്ട ധാർമ്മികമായ പ്രശ്നം വെച്ചുകൊണ്ടുള്ളതാണ്. രാജിവെക്കണം. അദ്ദേഹത്തിന് നാട്ടിലിറങ്ങാൻ സാധിക്കാത്ത സ്ഥിതിയാണ്. അതുകൊണ്ടാണ് രാജിവെക്കണമെന്ന് ഞങ്ങൾ ഉറപ്പിച്ച് പറയുന്നത്. അദ്ദേഹം അറിയാതെ അദ്ദേഹത്തിൻ്റെ കൃത്യമായ നേതൃത്വത്തിലാണ് ഈ കാര്യങ്ങൾ മുഴുവൻ, ഈ കടം വാങ്ങുന്നത് ഉൾപ്പെടെ കൈക്കൂലി വാങ്ങുന്നത് ഉൾപ്പെടെ മുഴുവൻ കാര്യങ്ങൾ നടന്നത് എന്ന് വളരെ വ്യക്തമാണ്. അദ്ദേഹത്തിൻ്റെ മകനെ ഇപ്പം ആത്മഹത്യ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒന്നെന്ന് പറയുന്ന ആ ചെറുപ്പക്കാരന് 7 കൊല്ലക്കാലം ആ ബാങ്കിൽ പണിയെടുക്കുകയായിരുന്നു. അത് ഒഴിവാക്കിയിട്ട് ഈ ബാലകൃഷ്ണൻ്റെ കത്ത് കൊണ്ടാണ് അതിന് പകരം വേറൊരാളെ നിശ്ചയിച്ചത്. അത് പൈസ വാങ്ങിയിട്ടാണെന്നുള്ളത് വളരെ വ്യക്തമല്ലേ? അപ്പോൾ യഥാർത്ഥത്തിൽ സംഭവം എന്താ പറഞ്ഞാൽ ഇവരെല്ലാം കൂടി ചേർന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നടത്തിയിട്ടുള്ളതാണ്. ആ നടത്തിയിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ ധാർമ്മികമായ ഉത്തരവാദിത്തം അവർ ഏറ്റെടുത്തിട്ട് ആ 2,10,00,000 രൂപ അവരാണ് കൈകാര്യം ചെയ്യേണ്ടത്. അതാണ് ഞാൻ അന്ന് ഇന്നലെ അവരെ കണ്ടപ്പോൾ പറഞ്ഞത്. അവർ വളരെ നിസ്സഹായമായ രീതി പറയുകയാണ്. അല്ല, കർണാടക നാമൊരു പോസ്റ്റ് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് 15-ാം തീയതി വരെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല.